ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് രാഹുൽ മാത്രം ഇതിനകത്ത് ഒരിക്കലും കുറ്റക്കാരനാവത്തില്ല. പരസ്പര സമ്മതപ്രകാരം, ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും. രാഹുൽ നിരപരാധി ആണെന്ന് കോടതിക്ക് മനസ്സിലായി. രാഹുൽ തിരിച്ചു വരും, ശക്തനായിട്ട് തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ പിന്തുണ, രാഹുൽ നിരപരാധിയാണോ അല്ലയോ, നിങ്ങളെ പിന്തുണ ആർക്കാണ് എന്നുകൂടി നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു 1000 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1000 ലൈക്ക് കുറവാണ്, കാരണം വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, രാഹുലിനെ പിന്തുണയ്ക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പം ഈ ഒരു കള്ളക്കഥ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ളൊരു കള്ളക്കഥയാണെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം ഇങ്ങനെ ജാമ്യം കിട്ടാതെ ഇങ്ങനെ രാഹുൽ ഓരോ ദിവസവും ജയിലിൽ കഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ തന്നെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കിക്കോണം. ഇപ്പോൾ ആദ്യം റിനിയെ ഇറക്കി കഴിഞ്ഞിട്ടൊരു ട്രാൻസ്ജെൻഡറിനെ ഇറക്കി. അപ്പോൾ ഈ രണ്ടും, റിനിയും ട്രാൻസ്ജെൻഡർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്തിക എന്ന് പറയുന്ന ഒരാളല്ലേ, അവന്തിക, അത് തന്നെ പേര് മറന്നു, അവന്തികയാണെന്ന് തോന്നുന്നു, അവന്തിക. അപ്പോൾ ഇവർ രണ്ടിനെ ഇറക്കിയതും ഇത് രണ്ടും ചീറ്റിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ജനങ്ങളുടെ അടുത്ത് ഓടിയില്ല, വില പോയില്ല. ജനങ്ങൾ ഇതൊക്കെ അപ്പോഴേ ഇല്ല, കാറ്റിയില്ല, ഊതി കളഞ്ഞതുപോലെ ആയി. അപ്പോൾ ഇതൊന്നും വില പോകാതെ വന്നപ്പോഴാണ് അടുത്ത എന്തിലിട്ട് കുരുക്കണം, എങ്ങനെ ഇട്ട് പൂട്ടണം എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് 2 വന്നപ്പോഴത്തേക്ക് അത് പാളിപ്പോയപ്പോഴത്തേക്ക് അടുത്ത ഏതിലിട്ട് പിടിക്കുന്നുള്ള ഒരു ഐഡിയ ഒക്കെ അവർക്ക് കിട്ടിയത്, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ രാഹുലിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ. ആ പത്രസമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ഇട്ടിട്ടാണ് പിന്നെ രാഹുലിനെ പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുവരെ കൃത്യമായിട്ടൊരു പരാതി വന്നിട്ടില്ലായിരുന്നു. ഇതുപോലുള്ള ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലൊരു ആരോപണം ഉന്നയിച്ചു കൊടുത്താൽ അത് ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളൊരു തോന്നലായിപ്പോയി. അപ്പോൾ അതുപോലൊരു ആരോപണം ഉന്നയിച്ചിട്ട് പരാതിപ്പെടാതെ വന്നിട്ടുള്ള 2 വ്യക്തികളാണ് ഈ പറഞ്ഞിട്ടുള്ള റിനിയും അതുപോലെ ആ ട്രാൻസ്ജെൻഡർ അവന്തിക എന്ന് പറഞ്ഞ അവരൊന്നും പരാതിപ്പെടാൻ തയ്യാറല്ല. പക്ഷേ ആരോപണം പബ്ലിക്കിൽ വന്ന് അവിടെ ഇവിടെയും വന്നിരുന്ന ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവർ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് അല്ലേ. അപ്പം ഞാനിവിടെ അന്ന് ആ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തിക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ തന്നെ ഉണ്ട് രാഹുലിനെ പെടുത്താൻ. രാഹുലിനെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ള ആളുകൾ കാണുമായിരിക്കാം. രാഹുൽ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഇത് രാഹുൽ ചെയ്തിട്ടുള്ളതാണ്, ഇങ്ങനെയൊക്കെ ഒരു ആരോപണങ്ങൾ കേൾക്കുന്നതൊക്കെ സത്യമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ രാഹുലിനെ പെടുത്തിയതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ക്ലിയറായിട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്ന് തെളിയിക്കണമല്ലോ, തെളിയിക്കുകയും വേണം. പുള്ളിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് പുള്ളിയുടെ ആ ഒരു രാഷ്ട്രീയ ഭാവി മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു നല്ലൊരു നേതാവിനെ തകർത്ത് കളയാൻ എളുപ്പമാണ്, പക്ഷെ അതുപോലൊരു നേതാവിനെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അതും കൂടെയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ അന്ന് അവന്തിക പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ അന്ന് ഈ 2 വ്യക്തികളെയും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചീറ്റിപ്പോയി. അപ്പോൾ അടുത്ത രാഹുലിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്ക് പിടിച്ചിട്ടാണ് രാഹുൽ എന്താണ് പറഞ്ഞത്, പരാതിയുമായിട്ട് വരട്ടെ, അപ്പം ആലോചിക്കാം എന്നാണ് രാഹുൽ പറഞ്ഞത്. അപ്പം പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് രാഹുലിനെ കൊടുക്കാൻ നിന്ന ആളുകൾ ഈ 2 പേരെയും ഇറക്കിയതിന് ശേഷം, ചീറ്റിപ്പോയതിന് ശേഷം പരാതിയുമായിട്ട് വരുന്നത്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇനി അന്ന് അവന്തിക എന്ന് പറയുന്ന അവർ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്, രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അതും പരിചയപ്പെട്ട അന്ന് തന്നെ രാഹുൽ എന്നെ റേപ്പ് ചെയ്യണം, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, ഐ വാണ്ട് റേപ്പ് യു എന്ന് പറഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരാളുടെ ഇത് കേൾക്കുന്ന ആളുകൾക്കൊന്നും കുറച്ചെങ്കിലും ഒന്ന് വിശ്വാസകരമായിട്ടൊന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും നുണകളൊന്ന് പറയണ്ടേ.
ആരെങ്കിലും ഒരാൾ ആദ്യമായിട്ട് കാണുന്നു പോട്ട്, ഇനി പരിചയമുള്ള ആളാണെങ്കിൽ തന്നെ ഒരാളെടുത്ത് ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയും ഐ വാണ്ട് റേപ്പ് യു, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഞാനത് വെച്ച് തരാം. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആ ട്രാൻസ്ജെൻഡർ പിന്നെ രാഹുലിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാനൊരു പത്രസമ്മേളനം ഒന്നും നടത്തിയിട്ടില്ല, ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല, എനിക്കൊരു പരാതിയുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കണ്ടം വഴി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അവിടുന്ന് കണ്ടം വഴി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം അത് ഒരു പത്രസമ്മേളനത്തിൽ അത് കാണിക്കുന്നുണ്ട്, ആ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചീറ്റിപ്പോയി എന്നറിഞ്ഞതിന് ശേഷമാണ് പിന്നെ അടുത്ത ആളുകളെ ഇറക്കുന്നത്, അടുത്ത പരാതിക്കാരെ, മറ്റേ വായുവിലുള്ള അദൃശ്യമായിട്ട് ഇരിക്കുന്ന പരാതിക്കാരികളൊക്കെ വന്നത്. ഒന്ന് ബാംഗ്ലൂർ, പിന്നെ ഒന്ന് വിദേശത്ത്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ആരും അന്വേഷിച്ച് പോകത്തില്ലല്ലോ. പിന്നെ വേറൊരു ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇവിടെ ആരെങ്കിലും ഇരുന്നിട്ട് ഒരാളുടെ മേലൊരു പരാതി പെടുമ്പോഴത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, കള്ളപ്പരാതിയാണോ ഉള്ളതാണോ ഒന്നും അറിയാതെ പോയി അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന പോലീസിൻ്റെ ആ ഒരു ഇതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോണം. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തിരുന്ന് ഒരാൾ ഒരു പരാതിയുമായിട്ട് ഒരു മെയിൽ വഴി പരാതി അയക്കുന്നു, അല്ലെങ്കിൽ പരാതിപ്പെടുന്നു KPCCയിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി മെയിലായിട്ട് കൊടുക്കുന്നു. അത് എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ അടിസ്ഥാനം പോലും അറിയാതെ, ആ പരാതിക്കാരിയെ വിളിച്ച് ചോദ്യം ചെയ്യാതെ, പരാതിക്കാരി ആരാന്ന് പോലും ഇന്ന് വരെ നിയമത്തിന് കോടതിക്ക് പോലും അറിയത്തില്ല ഇതാരാണ്, ഈ പരാതിക്കാരി, ഇങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ ഇല്ലയോ. കുറച്ച് ചാറ്റുകൾ കാണുന്നു, കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കുന്നു, ഇത് മാത്രം. ഈ സത്യം പറഞ്ഞാൽ എന്തോടെ ഇത് സിനിമയിൽ പോലും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളില്ലെന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പറ, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ? പക്ഷേ ഞാൻ ചിരിക്കാൻ പറയുമല്ല, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. 2 ആഴ്ചയോളം മാനസികമായിട്ട് ഇത് എത്രത്തോളം തകർക്കാവോ ആ വ്യക്തിയെ മാനസികമായിട്ട് തകർക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയോളം ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, അതും ഈ ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു കള്ളക്കേസിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് അതിനകത്ത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കള്ളക്കഥയാണെന്ന് എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഞാൻ ഇനി അന്ന് ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവിടെ കാര്യം ഞാൻ ഇവിടെ വയ്ക്കുക. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ കണ്ട അന്ന് തന്നെ, പരിചയപ്പെട്ട അന്ന് തന്നെ, മെസ്സേജ് അയച്ച അന്ന് തന്നെ ക്രൂരമായിട്ട് എനിക്ക് നിന്നെ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞു ബാംഗ്ലൂർ പോകാമെന്നാണ് പറയുന്നത്. ബാംഗ്ലൂർ കൊണ്ടുപോയി നിന്നെ എനിക്ക് പീഡിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് രാഹുലിനെ ഞാൻ തമ്മിൽ പരിചയത്തിലാണ്. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം കേൾക്കാം. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് രാഹുല് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുലിന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. അയാളെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ജനപ്രതിനിധിയാണ് അയാൾ, നമ്മളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിയമസഭയിൽ നമ്മൾക്കെല്ലാം കേട്ടല്ലോ. ആരെങ്കിലൊക്കെ ഇങ്ങനെ പറയൂടെ, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയൂ? ഇതൊക്കെ ഒരു കള്ളം പറയുന്നതിൻ്റെ ഒരു മര്യാദയെങ്കിലും വേണ്ടേ? ഇനി ഇതിനെതിരെ രാഹുൽ പറഞ്ഞൊരു മറുപടി ഞാൻ കാണാം. ഇതിനൊക്കെതിരെയല്ല, രാഹുൽ അല്ലാതെ ഇവരുമായിട്ടുള്ളൊരു ആരോപണം വന്ന സമയത്ത് രാഹുൽ പറയുന്നൊരു കാര്യമുണ്ട്. രാഹുൽ വിളിച്ചു കാണാം. ഇവർ രണ്ടും നല്ല സുഹൃത്താണ്, രാഹുൽ മാങ്കൂട്ടവും ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ജെൻഡറും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടം ഇവരുമായിട്ടൊരു സംഭാഷണം നടത്തിയിരുന്നു. അതിനകത്ത് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല. അവസാനം വാരം ചുരുട്ടി അങ്ങ് പോയി. കാരണം ഇത് ചീറ്റിപ്പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വാരം ചുരുട്ടി അങ്ങ് പോയി. അയ്യോ, എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പം വാട്ട് ടൈം കോളിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. വാട്ട് ടൈം അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. അപ്പൊ ചേട്ടനോട് ആരാ പറഞ്ഞിട്ട് അത് സംസാരിക്കും? ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18 റിപ്പോർട്ടർ എന്നല്ലേ പറഞ്ഞ? അപ്പൊ അത് സംസാരിക്കും. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അല്ല ഞാൻ കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോൾ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവം നിങ്ങൾ കൈകാര്യം വേണ്ടിയാണ്. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടു റിലവന്റ് അല്ലാത്തതായതുകൊണ്ട് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള വോയിസ് മൊത്തം കേൾപ്പിക്കാം. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. പരാതി പറഞ്ഞതാരാണ്? കേട്ടല്ലോ പുള്ളിക്കാരൻ്റെ വോയിസാണ് ഇപ്പം കേട്ടത്. ആ ട്രാൻസ്ജെൻഡറിൻ്റെ വോയിസാണ് ഇപ്പം കേട്ടത്. ഒരു പരാതിയില്ല, ആരുടെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനെ കൊണ്ട് ഒന്ന് വലയെറിഞ്ഞാണ്. പക്ഷേ ഇതൊക്കെ ചീറ്റിപ്പോയതിന് ശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള വായുവിൽ നിന്നുള്ള കുറേ പരാതികൾ രംഗത്തോട്ട് വരുന്നത്. അതിനി ഉള്ളതാണെങ്കിലും കള്ളമാണെങ്കിലും ഇപ്പം ഇത് ഉഭയകക്ഷി പ്രകാരം നടന്നിട്ടുള്ള കാര്യമാണ്. അത് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, നിയമവിരുദ്ധമായിട്ട് ഒന്നും പുള്ളി ചെയ്തിട്ടില്ല. കാരണം സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഉഭയകക്ഷി പ്രകാരം സമ്മതത്തോടു കൂടി ചെയ്തിട്ടുള്ളതൊന്നും കുറ്റകരമല്ലെന്ന് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം അത് കോടതിയിൽ തെളിയിക്കുമെന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് പുള്ളിക്കാരന് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഒരു ചെറിയൊരു ആരോപണത്തിൻ്റെ പേരിൽ തന്നെ പുള്ളിയെ പാർട്ടിയിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞതിൻ്റെ അതിനകത്തൊക്കെ വലിയൊരു അജണ്ട തന്നെ ഉണ്ട്. ഞാനതാ പറഞ്ഞത്, പാർട്ടിയിലുള്ള കുറച്ച് ആളുകളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള അജണ്ടയുണ്ട്. രാഹുൽ മാങ്കൂട്ടം വളർന്നു വന്നു കഴിഞ്ഞാൽ തനിക്കത് കേടാണ്. കാരണം സാധാരണ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളൊക്കെ ഇപ്പം വർഷങ്ങൾ കൊണ്ട് ഒരാൾ വർഷങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് നിൽക്കുക, അയാളെ ഒരു കഴിവില്ലാത്തതിൻ്റെ പേരിൽ അയാൾ വളരാതെ അവിടെ തന്നെ MLA ആയിട്ട് ഇങ്ങനെ നിന്ന് പോവുക. അപ്പം അയാളെക്കാളും പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു ജൂനിയർ പുള്ളിയുടെ കഴിവ് കൊണ്ട് പെട്ടെന്ന് മേലോട്ട് കയറി വരുമ്പോഴത്തേക്ക് അപ്പം കുറച്ച് വർഷം കൂടുതൽ പാർട്ടിയിൽ നിന്ന് ആ MLA ആയിട്ട് നിൽക്കുന്ന ആ കഴിവില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു അസൂയ തോന്നും. അവന് ഇന്നലെ കയറി വന്നവൻ പെട്ടെന്ന് മേലോട്ട് പോകാമെന്നല്ലോ, എന്നെക്കാളും മേലോട്ട് കയറി വന്നാൽ നാളെ എന്നെ ബഹുമാനിക്കുന്ന ആളുകൾ നാളെ അവനെ കാണുമ്പം ബഹുമാനിക്കുമല്ലോ, റെസ്പെക്റ്റ് കൊടുക്കുമല്ലോ. നാളെ അവരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു ബഹുമാനവും എനിക്കൊരു റെസ്പെക്റ്റും കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നുള്ള ഒരു ചിന്തയും എന്നൊക്കെയുള്ളൊരു ഈഗോ, ഇതൊക്കെ കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. അപ്പം വളർന്നു വരുന്ന കഴിവുള്ള ആളുകളെ എങ്ങനെയെങ്കിലും അടിച്ച് താഴെ ഇടുക, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഇതുപോലുള്ള പെണ്ണ് കേസുകൾ കൊണ്ടിട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്നൊക്കെയുള്ള ഈ കുതുകാൽ വെട്ടുന്ന പരിപാടിയൊക്കെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഭരണപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരോ മാത്രമല്ല അതിന് മുന്നിട്ടിറങ്ങുന്നത്. അവരുടെ പാർട്ടിയിലുള്ള കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. അങ്ങനെ ഒരു കാലത്താണ് ഇപ്പം ഈ ഒരു രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് മറ്റൊരു പാർട്ടി നിൽക്കുന്ന ഒരുത്തനെ അടിച്ചു ഇതാക്കിയോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ? ഏറ്റവും കൂടുതൽ അവനവൻ്റെ പാർട്ടി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് കുതുകാൽ വെട്ടുന്ന പരിപാടിയും സ്വഭാവങ്ങളും കാണിച്ചു കൂട്ടുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിനോട് യോജിപ്പ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടമായിട്ട് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ തന്നെയാണ് രാഹുലിനെ പുറത്താക്കാനും രാഹുലിനെ അടിച്ച് താക്കാനൊക്കെ കുറച്ച് മുൻകൈ എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ